ശബ്ദത്തോടെ അന്ന് ആ രാത്രി ആ നാട് മാഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോഴും കിങ്ങിണി നല്ല മയക്കത്തിലായിരുന്നു. ആ കുഞ്ഞു മയക്കത്തിൽ അവൾ പൂമ്പാറ്റകളോടൊപ്പം കൊഞ്ചുകയായിരുന്നു. പെട്ടെന്നൊരു ശബ്ദം കേട്ട് അവൾ ഞെട്ടിയെഴുന്നേറ്റു. താൻ കിടന്നിരിക്കുന്ന വീട് തകർന്നിരിക്കുന്നു. മുറിയിൽ നിറയെ ചെളി, വെള്ളം, പാറകൾ. അരണ്ട വെളിച്ചത്തിൽ കിങ്ങിണി ഉറക്കെ കരഞ്ഞു. അമ്മേ, അച്ഛാ, മുത്തശ്ശി. മോളെ വാ. അത് മുത്തശ്ശിയുടെ ശബ്ദമായിരുന്നു. അവർ പുകയടുപ്പിന്റെ ദ്വാരത്തിലൂടെ പുറത്തേക്ക് കടന്നു. പുറത്തേക്ക് കടന്നപ്പോഴോ ഞെട്ടിപ്പിക്കുന്ന കാഴ്ചകൾ. ആളുകൾ പാറയ്ക്കൊപ്പവും ചെളികൾക്കൊപ്പവും പാതി ജീവനോടെ ഒഴുകുന്നു. എങ്ങും കാതടിപ്പിക്കുന്ന ശബ്ദങ്ങൾ. കെട്ടിടങ്ങൾ പൊളിഞ്ഞു വീഴുന്നു. അച്ഛൻ, അമ്മ മനസ്സിലായി. മുത്തശ്ശിയോട് അവൾ ഒന്നും ചോദിച്ചില്ല. മുത്തശ്ശിയോടൊപ്പം എങ്ങോ പോയി, എവിടെയോ എത്തി. കൈയും കാലും തളർന്നു, മുത്തശ്ശിയുടെയും കിങ്ങിണിയുടെയും. അവർക്ക് മുന്നിൽ എന്തോ നിൽപ്പുണ്ട്. പതിയെ തലയുയർത്തി നോക്കിയപ്പോഴോ കാട്ടുകൊമ്പൻ, അവന്റെ കൂട്ടാളികൾ. മുത്തശ്ശി പേടിച്ചില്ല, കിങ്ങിണിയും. മുത്തശ്ശി ഇടറിയ ശബ്ദത്തോടെ പറഞ്ഞു, എടാ, ഞങ്ങളൊരു വലിയ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വരികയാ. ഞങ്ങളെ നീ ഒന്നും ചെയ്യരുത്. ആ കൊമ്പന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. കുറെ മണിക്കൂറുകൾ അവർക്ക് ആ കൊമ്പൻ കാവലായി. നേരം പുലർന്നു. ദുരന്തമുഖത്തേക്ക് ആളുകളുടെയും മീഡിയുടെയും പ്രവാഹം. ആ കൊമ്പൻ അവിടെ നിലയുറപ്പിച്ചു. കിങ്ങിണി രക്ഷാപാതോടൊപ്പം മടങ്ങുമ്പോൾ ആ കൊമ്പൻ അവളെ നിറകണ്ണുകളോടെ നോക്കുന്നു. കിങ്ങിണിയുടെ അച്ഛന്റെയും അമ്മേന്റെയും കാവൽ എന്നോളം ആ കൊമ്പൻ അവരെ തന്നെ നോക്കി നിന്നു. അമ്മു കഥ പറഞ്ഞു നിർത്തി. ഈ കഥ അമ്മുവിന് പറഞ്ഞു കൊടുക്കുമ്പോൾ കിങ്ങിണിക്ക് നഷ്ടപ്പെട്ടത് അച്ഛനെയാണ്, അമ്മയെയാണ്, നാടാണ്, കൂട്ടുകാരാണ്, വിദ്യാലയമാണ്. അമ്മുവിന്റെ കഥ കേട്ട് സദസ്സിലിരുന്നു കൊണ്ട് കിങ്ങിണി നിറകണ്ണുകളോടെ ഉറക്കെ കൈയടിച്ചു. പ്രകൃതി ദുരന്തങ്ങൾ എപ്പോഴും ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഒന്നും ശാശ്വതമല്ലെന്ന ഓർമ്മപ്പെടുത്തൽ. എങ്കിലും ഇത്തരം ഭയപ്പിക്കുന്ന ഓർമ്മകൾ സമ്മാനിക്കുന്ന ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ കൊച്ചു കഥ നിർത്തുന്നു.